എത്ര ശോഭനമായ കഥകളാണ് നമ്മുടെ രാജ്യത്തിന് പറയാനുള്ളത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്തുവും യഹൂദനും ഒന്നുപോൽ മരുഭൂമി എത്രയോ ശതാബ്ദമായി നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യ രാജ്യത്ത് ഹൈന്ദവനും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ജൂതനും സിഖുകാരനും ജൈനനുമെല്ലാം തോളോട് തോളു ചേർന്ന് ജീവിച്ച രാജ്യമാണ് ഇന്ത്യയുടേത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് പോരാടിയവരാണ് ഇന്ത്യക്കാർ. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ അതിമഹത്തായ ഭരണഘടനയുടെ പ്രയാമ്പിൾ ആമുഖം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: We the people of India having solemnly resolved constitute India into a sovereign secular socialist democratic republic. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്, റിപ്പബ്ലിക്കാണ്. മാത്രമല്ല നമ്മൾ ഇന്ത്യൻ ജനത, we the people of India. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പലപ്പോഴായിട്ട് തർക്കം വന്നത്രേ. ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പേര് കൊണ്ട് ആരംഭിക്കാമെന്ന് പലരും പറഞ്ഞു. അഭിപ്രായം ഒന്ന് പലർ ചോദിക്കുകയാണ്, ഏത് ദൈവത്തിന്റെ പേര് കൊണ്ടാണ് ഭരണഘടന ആരംഭിക്കേണ്ടത്? കാരണം രാജ്യത്ത് പല മതവിശ്വാസികളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് കൊണ്ട് രാജ്യത്തിന്റെ ഭരണഘടന ആരംഭിക്കാനാകില്ല. അങ്ങനെ അവസാനം തീരുമാനിച്ചു, ഒരു ദൈവത്തിന്റെ പേര് കൊണ്ടും ഭരണഘടന ആരംഭിക്കേണ്ടതില്ല. രാജ്യത്തിലെ ജനങ്ങൾ, അതാണ് വി, നമ്മൾ. ആരാണ് ഈ നമ്മൾ? നമ്മൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹിന്ദുവാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനിയാണ്, ഇവിടുത്തെ മുസൽമാനാണ്, ഇവിടുത്തെ സിഖുകാരനാണ്, ഇവിടുത്തെ ജൈനമതക്കാരനാണ്, ഇവിടുത്തെ ബൗദ്ധനാണ്. ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും ഉൾക്കൊള്ളുന്നവരാണ് വി, നമ്മൾ. അതാണ് ഇന്ത്യയുടെ ശക്തി.